ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, ബാംഗ്ലൂരല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനും പറ്റുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കൃഷിയുണ്ട്, അടക്കേൻ്റെ കുറച്ച് കൃഷിയുണ്ട്. അപ്പോൾ ഇന്ന് അടക്ക പൊളിക്കാൻ വരുന്ന ദിവസം, പൊളിക്കാൻ മീൻസ് ആ പൊളിയുള്ള അടക്ക പൊളിക്കാൻ വരുന്ന വെച്ചാൽ അടക്ക പറിക്കാൻ വരുന്ന ദിവസം. അപ്പോൾ അതിൻ്റെ പറിക്കുന്നതും അതിനെ പറക്കുന്നതും കൊണ്ടിടുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എത്ര ആൾക്ക് ഇതിനെ പറ്റിയിട്ടെല്ലാം അറിയാം, എത്ര ആൾ കണ്ടിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഇൻട്രസ്റ്റിംഗ് ആവുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് ലേറ്റായി തോന്നുന്നത്, ഓൾറെഡി കുറച്ച് ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ സെക്ഷനായിട്ട് വയ്ക്കും. ഇതാണ് ഇവിടുത്തെ ചാലഞ്ച്. എന്നാലും ഇങ്ങനെ ചറപറ തെറിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് പോലും മിസ്സാവാണ്ട് പറക്കണം. പിന്നെ ഒരാളെ കടിച്ചു തരും, ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാളെ കടിച്ചു തരും. ആൾ തപ്പി പറക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ടാൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പം ഞെക്കും പറക്കണം. ഇത് പറക്കുന്ന ആളെ കാണിച്ചു തരട്ടെ, പൊളിക്കുന്ന ആളെ കാണിച്ചു തരാം. അരേൻ്റെ വീണ് റിസ്കി ഷോട്ട്സ് ആണ് എടുക്കുന്നത്. താഴെ എങ്ങനെ നിന്ന തലമണ്ടക്ക് വീഴും. പിന്നെ കുറച്ചുണ്ട്. ഇതാണ് സ്കില്ല്. ഇതിൽ ഈ ആളുള്ളത് ഇവിടെ, ഇതുള്ളത് അവിടെ. ഒന്നിൽ കയറിയിട്ട് ബാക്കി എല്ലാത്തിനും പറിക്കും. നമുക്ക് ഇവിടെ തോട്ടത്തിൽ ചെറിയൊരു കുളമുണ്ട്. ഇപ്പം പറ്റും. ചെറിയൊരു കുളമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം ഒന്നൊന്നുമില്ല, മഴയെല്ലാം കുറഞ്ഞില്ലേ. മഴ ഉണ്ടാകുമ്പോൾ നല്ല വെള്ളം ഉണ്ടാകലുണ്ട്. താഴെ വീഴാണ്ട് ചെറിയൊരു കുളം. പക്ഷെ കാണുന്ന പോലെയല്ല, നല്ല ആഴമുണ്ട്. അതുണ്ടോ, ഇതാണ് നമ്മളൊരു കുളം. ഇവിടെയെല്ലാം നല്ല ആഴമാണ്. അങ്ങനെ അവിടെ ചെറിയൊരു തരംഗമുണ്ട്. ആൾക്കാർ പണ്ട് പിള്ളേഴ്സെല്ലാം ഇവിടുന്ന് ഇങ്ങനെ തലേക്ക് തുള്ളൽ. എനിക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ട് ഞാനല്ല ഈ ഒരു പരിസരത്ത് നിൽക്കും. മീനൊന്നുമില്ലേ, ഉമ്മണി മീനും കാണും. ഇപ്പോൾ കുറേ ആയില്ല കുളിക്കാണ്ട്. വെള്ളം ഓവുന്നില്ലല്ലോ, ഓവുമ്പോഴേ കുളിക്കല്ലേ, അങ്ങനെ കെട്ടിയിട്ട വെള്ളത്തിൽ കുളിക്കല്ല. നിങ്ങളെ കൈമില്ല സാധനം കാണിക്കാറോ? സീറ്റ്, ഇരിക്കുന്ന സീറ്റ്. ഇതാണ് സാധനം. പറ, നിങ്ങൾ പറ, ഞാൻ യൂട്യൂബിലിടും. പറഞ്ഞോ, നിങ്ങളെ പേര്? രാവിലെ വന്നാങ്ങ. ഓക്കെ, ആ സാധനം കാണിച്ചാൽ അതെന്തെന്നാ പറ. നിങ്ങളാ ഇരിക്കുന്ന സംഭവം ഇവർ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ നിൽക്കും. ഇത് തിരിഞ്ഞിട്ടാണ് സംഭവം. ഓക്കെ, ഞാൻ മാത്രം ഇടയ്ക്ക് വീഡിയോ എടുത്ത് നടക്കുകയാണ്. ബാക്കി എല്ലാവരും നല്ലൊരു പണിയെടുക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേര് തകൃതിയായി പണിയെടുക്കുന്നുണ്ട്. നമ്മ ഇനി എന്താക്കുന്ന വെച്ചാൽ ഈ അടക്കയെല്ലാം ഇങ്ങനെ പെറുക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടും. ഇതുപോലെ ഈ കൊലകളില്ലേ, അതിലിവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കും. ബാക്കി നമ്മൾ ചാക്കിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ പരിപാടി, കൊലയെല്ലാം താച്ച് അതിനെ പൊട്ടിയാക്കിയിട്ട് ഇരുന്ന് അടക്കയെല്ലാം പുറത്തെടുത്തിട്ട് വെയിലത്തിട്ട് ഇങ്ങനെ ഉണക്കും. അപ്പോൾ ഈ ഓറഞ്ച് കളർ ഉണങ്ങി ബ്രൗൺ കളറും. പിന്നെ അതിനമ്മ ഉലിക്കുന്നതിനിപ്പോൾ വേറെ എന്താ പറയുക, ഉലിക്കുന്നതിന് വേറെ വരുന്നില്ല. ഉലിക്കുന്ന വെച്ചാൽ അതിൻ്റെ ഉള്ളത്തെ സാധനം എടുക്കും. അതിൽ നല്ലതല്ല ഒരു ചാക്കാക്കും, മോശമായതെല്ലാം പോലെ അങ്ങനെ അതിനെ നല്ല വൃത്തിക്ക് തിരിഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് പൈസ മേടിക്കും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുള്ള പ്രോസസ്സ്. ഈ ഉണക്കുന്നത് അത്യാവശ്യം കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. മഴയൊന്നും കൊണ്ടുകൂടാ, പിന്നെ മഞ്ഞ് കൊണ്ടുകൂടാ, കാരണം അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് ആക്കുക. നമ്മൾ മുന്നത്തെ പൊളിയിലുള്ളത് കുറച്ച് പ്രതീക്ഷിക്കാണ്ട് കുറച്ച് മഴ കിട്ടി.
അതുകൊണ്ട് കുറച്ച് നനഞ്ഞായി. പക്ഷെ സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പം നല്ല വെയിലുണ്ട്, അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതിന്. വിളിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഉള്ളല്ലേ, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതല്ലാണ്ട് ഇതുവരെ അത് പറക്കാൻ കൂടിയില്ല. കൂടണം. ഇങ്ങനെയുണ്ട്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നേരത്തെ നാരായണനാണ് നമ്മളിവിടെ അടക്ക വിളിക്കാൻ വരല്. രാവിലെ വരും. ഭയങ്കര ബിസി പേഴ്സൺ. ഇപ്പം ഇതിൻ്റെ സീസണാണ്. അപ്പോൾ ഓരിങ്ങനെ ഈ നാട്ടിലെല്ലാം ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി ഇപ്പം നമ്മളെ ചാൻസാണ് അങ്ങനെ. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ തോട്ടം. അപ്പോൾ കാസർഗോഡ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള കൃഷി ഇത് തന്നെ, അടക്ക തന്നെയാണ് മെയിൻ കൃഷി. പിന്നെ വേറെ കുറച്ച് റബ്ബറിലുണ്ട്, പക്ഷെ മെയിൻ സാധനം അടയ്ക്ക. അപ്പോൾ അങ്ങനെ കഥ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സീസൺ. ഇത് 3 പൊളി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ആദർശിൻ്റെ അടുത്ത തോട്ടം. ഞങ്ങൾക്കും കുറച്ച് തോട്ടമുണ്ട്. നമ്മൾ അടയ്ക്ക തന്നെ നമ്മളെ മെയിൻ കൃഷി. പിന്നെ നമ്മൾ പച്ചക്കറി അതെല്ലാം വിൽക്കാനുള്ള അത്രയൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന അത്ര സാധനം മാത്രം. പിന്നെ ഈ അടക്കേൻ്റെ വേറെ എന്താ ഇപ്പോൾ പറയാനല്ലേ, പിന്നെ വെള്ളം അടിക്കണം. നമ്മളെ തോട്ടത്തിൽ വെള്ളം അടിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അതും ഒരു ടാസ്ക്, മൊത്തത്തിൽ ടാസ്ക്കാണ് ഈ ഒരു അടക്കേനെ കൊണ്ടുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ എല്ലാം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ തോട്ടത്തിൽ അപ്പെങ്കിലേ വരലില്ലോ, എപ്പോഴും വരലൊന്നുമില്ല. സ്ഥിരമായിട്ട് വരണം. ചിലർ ഇങ്ങനെ ഇളയമേലെല്ലാം ഇവിടുത്തെ ഇളയമാരെല്ലാം സ്ഥിരമായിട്ട് വന്ന് പറക്കിയിട്ട് അടക്ക വറക്കലുണ്ട്. ഡെയിലി ഇങ്ങനെ വീഴുന്നുണ്ടാവില്ലേ കാറ്റത്തെല്ലാം, അതിന് വീണതെല്ലാം പറക്കുന്നിപ്പുണ്ട്. നമുക്ക് അതിന് സമയം കിട്ടില്ല. ഞാൻ പിന്നെ ഇവിടെ നാട്ടിലേ ഉണ്ടായില്ല. അങ്ങനെ ആദർശനാണെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം വരും അങ്ങനെ. അപ്പോൾ എനിക്കൊന്ന് ഇങ്ങോട്ട് നമ്മൾ വടക്ക് ഭാഗത്ത് തെക്കോലേക്ക് പോകുന്ന എനിക്ക് അടക്ക അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങോട്ടെല്ലാം റബ്ബറായിരിക്കും ചിലപ്പോൾ മെയിൻ. റബ്ബർ, പിന്നെ ഏലം, അങ്ങനത്തെ എന്തെല്ലാം ഇല്ലേ. ഓരോരുത്തരെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് അടയ്ക്കാന്ന് പണ്ട് നമ്മ ഇങ്ങനെ പൈപ്പിൻ്റെ സിസ്റ്റം ഒന്നും ഉണ്ടായില്ല. അപ്പം നമ്മ തന്നെ വെള്ളം ഇങ്ങനെ പാള കൊണ്ട് ഇങ്ങനെ ഒരു കപ്പ് പോലെ ആക്കിയിട്ട് വെള്ളം തേവലാണ്. ഇങ്ങനെ ഇവിടെ എല്ലാം ഓരോ കവുങ്ങിലേക്ക് ഇങ്ങനെ ഇത് കെട്ടും, ചാല് കെട്ടുന്ന അറിയില്ല, അതുപോലെ ആക്കും. എന്നിട്ട് നമ്മ ഇങ്ങനെ അതിലത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കലാണ്, തേവല്ലെന്ന് പറയും. പണ്ടങ്ങനെ ആയതുകൊണ്ടുണ്ടായത്. ഇപ്പോൾ പിന്നെ ഫുൾ സെറ്റപ്പെല്ലാം മാറി. ചിലർ സ്പ്രിങ്ക്ലർ വെക്കുന്നു, ചിലർ ഇതന്നെ അടിക്കുന്നു, എന്തെന്ന് പൈപ്പ് കൊണ്ട് അടിക്കും, മോട്ടർ ഇട്ടിട്ട്. ഞാനെല്ലാം അതൊക്കെ നല്ലൊരു പച്ചമയം ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ ഞാനിങ്ങനെ തോട്ടത്തിലേ നടക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്ക് തീരേണ്ടത്. പിന്നെ നമുക്ക് തന്നെ കൊണ്ടാക്കാനും കഴിയുക നമ്മൾ വീട്ടിലേക്ക്. അതിന് വേറെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും, നമുക്ക് ചാക്കെടുത്തിട്ട് പോകാൻ കഴിയാം ഒറ്റയ്ക്ക് തന്നെ. സോറി, ആ പടപടാ വീഴുന്നത് ഇവിടുന്ന് അടക്ക വീഴുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം അതെല്ലാമാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ചെറിയൊരു തോടുണ്ട് ഇവിടെ. തോട് എന്നൊന്നും പറയാൻ കഴിയ, ചെറിയൊരു ചാല് പോലത്തെ ചെറുത് ഉണ്ട്. അതിൽ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ ഇവിടെ ആരും വരലൊന്നുമില്ല, ഞാനും വരലില്ല. നല്ല വെള്ളം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ബണ്ടെല്ലാം കെട്ടിയതുകൊണ്ട് ഇവിടെ വെള്ളം ഇത്ര കുറവ് ഉണ്ടോ. ഇവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് ബണ്ട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പാലെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ആക്കിയത്. ഒരു മിനിറ്റേ, കോൾ വരുന്നുണ്ട്. ഇങ്ങനെ തോട്ടത്തിലേ നടക്കുമ്പോൾ ഞാൻ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇതുപോലെ ഒരു അടക്കാത്തോട്ടത്തിൽ ഷൂട്ട് ചെയ്തൊരു പാട്ടുണ്ട്, ഏത് പറയാൻ കേട്ടോ. സുരേഷ് ഗോപിയും മഞ്ജു വാര്യറും അഭിനയിച്ച ഒരു സിനിമത്തെ പാട്ടാണ്. ഞാൻ പാട്ട് പാടാം. ആരില്ലാത്ത സ്ഥലം തക്കിയിട്ട് പാടാം. അത് പണിക്കാറെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഏതറിയാ പാട്ട്? വേലിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കരുത്തോല, കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിനു മൂവന്തി, കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? നമ്മളെ കളിയാട്ട സിനിമത്തെ ഇങ്ങോട്ട് നോക്കിക്കോ, ഇതുപോലെ ഒരു തോട്ടത്തു നിന്നാ പാട്ട് കേട്ടപ്പോൾ ഓർമ്മ വന്നപ്പോൾ പാടിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇല്ലേ, ഞാൻ പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യട്ടെ. ഞാൻ വീഡിയോ എടുക്കൽ മാത്രം പോരല്ലോ, കുറേ ഉണ്ട് പറക്കാൻ. ഇന്നത്തെ ദിവസം ഫുൾ ഇത് പറക്കിയിട്ട് തന്നെ പോകും.
ചിലപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ കൊല തല്ലലും പരിപാടിയെല്ലാം ഇന്ന് തന്നെ ഉണ്ടാവും. ഈ നല്ല ലേറ്റ്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സൗകര്യം പോലെ അമ്മേ. അപ്പം ഞാൻ പോട്ടെ. ആദർശം കസിൻസ് എല്ലാം പണ്ട് ഒന്നിച്ച് കൂട്ടുകുടുംബമായിട്ട് താമസിച്ചുകൊണ്ടുണ്ടായത്. പിന്നെയാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയത്. പക്ഷെ സെപ്പറേറ്റ് ആണെങ്കിൽ അടുത്തടുത്ത് തന്നെയാണ് എല്ലാവരും വീട് കണ്ടത്. ഇതിപ്പോൾ എൻ്റെ ഇളയമ്മയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നതും ഇളയമ്മയുടെ വീടും എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അടക്കേര പണിയെല്ലാം വരുമ്പോൾ പണ്ട് ഇവർ പിള്ളേഴ്സെല്ലാം ഒന്നിച്ച് കൂടി, വീട്ടുകാരും പിള്ളേഴ്സും എല്ലാവരും ഒന്നിച്ച് കൂടി പണിയെടുത്തോണ്ട് ഇവർക്ക് പണിക്കാരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഇവരെല്ലാം കൂടുമ്പോൾ തന്നെ തീരും. പക്ഷെ ഇപ്പോൾ എല്ലാവരും കസിൻസ് എല്ലാം 4 ഭാഗത്താണ്. അപ്പോൾ അവരങ്ങനെ കിട്ടില്ല നാട്ടിൽ. പക്ഷെ നാട്ടിലുണ്ടാകുമ്പോൾ അവർ കൂടും, അല്ലാത്ത സമയത്ത് അവർ കിട്ടൽ ബുദ്ധിമുട്ടാണ്. നാട്ടിലെ അടക്ക പറക്കൽ പ്രോ ആൾക്കാരെല്ലാം ഞാൻ പറക്കുന്നതാണ് വിചാരിക്കും, ഇവളെന്ത് ഇങ്ങനെ പറക്കുന്നത്, കുറച്ചും കൂടി ഉഷാറിൽ പറക്കിക്കൂടിയത്. ഞാനൊക്കെ പറ്റുന്ന പോലെയല്ല ഞാൻ ചെല്ലും, കുറെ കാലമായി ഞാൻ പറക്കാണ്ട്. അപ്പോൾ കുറച്ച് കാണുമ്പോൾ അറിയാം കുറച്ച് ഞാൻ കഷ്ടപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടാസ്ക് അതാണ്. ഇത് ഓരിങ്ങനെ പറിച്ച് ഇടുന്നല്ലാണ്ട് ഇതിങ്ങനെ ചെതറി 4 ഭാഗത്തും പോകും. അപ്പം നമ്മൾ എല്ലാം ഓരോ സ്ഥലത്തുനിന്നും എല്ലാം തപ്പി കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ അത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ്. അപ്പം ഞാനിങ്ങനെ അയ്യോ അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ പറക്കി കൊടുത്തത്, അതിൻ്റെ ഇടയ്ക്ക് ആദർശനോട് എന്തെങ്കിലും കഥയൊക്കെ പറയും. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇനിയിപ്പം ഞാൻ ഈ ക്യാമറ വെച്ചത് ഇയാൾ പറക്കുന്ന മരത്തിൻ്റെ താഴെ തന്നെയാണെന്നോ അപ്പം എന്ന് ഞാനിങ്ങനെ ആദർശനോട് വെറുതെ പറയുമ്പോഴാണ് ഞാൻ ആ സൗണ്ട് കേൾക്കുന്നത്. ഈശ്വര ഇത് കിടത്തന്നെയാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് എടുത്തു. ഇപ്പം നോക്കി കണ്ടോ ഒരു അടക്ക തെറ്റിയത്. നമ്മ അങ്ങനെ കുറച്ച് അടക്കയെല്ലാം പറക്കി ഫുള്ള് പറക്കാൻ നിന്നാൽ ശരിയാവില്ല, നമ്മൾ തളർന്നു പോകും. അപ്പം നമ്മൾ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ ബാക്കി നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഇതെടുത്ത് തോട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്, കണ്ടിട്ടേ അങ്ങനെയെല്ലാം കൂട്ടി വെച്ചിട്ട് കുറച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് റൂമിലേക്ക് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് നല്ല വെയിറ്റാണ്. നല്ല വെയിറ്റ് വെച്ചാൽ പൗത്തടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കി വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അവരെ ഉച്ചയ്ക്ക് ശേഷം വിളിക്കുക. അപ്പോൾ അവർ വന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവെക്കും. എന്നിട്ട് തച്ചിട്ട് ഇന്ന് തന്നെ അടക്കാനെല്ലാം നമുക്ക് കൊലയിൽ സെപ്പറേറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ അതിൽ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നതാണ്. ഓക്കെ, നോക്കാം. അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ കൊലേനെ നമ്മൾ അടിച്ച് പരത്തുന്നതാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ. അയ്യോ ഭയങ്കര ക്ഷീണമായി, ഫുള്ള് ഡ്രസ്സെല്ലാം ഫുള്ള് മണ്ണായി. സാറില്ല. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ പോയിട്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞിട്ടേ അടക്ക ഉണക്കുന്നതിൻ്റെ കാര്യം ഇതല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. കുറച്ച് നമ്മൾ ഇങ്ങനെ പറക്കി വെച്ച അടക്ക കുറച്ചുണ്ട് ഇവിടെ, ബാക്കി കൊണ്ടക്കണം അത്രേ. ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രേ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിനെ നമ്മൾ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിത്തത് എടുത്തിട്ട് വേണം ഷോപ്പിലെല്ലാം കൊടുക്കാൻ. ഓക്കെ, അപ്പം ഞാൻ വീട്ടിലെത്തി. ഇനി വെച്ച് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ആരത് നായി വരക്കത്ത്. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഇപ്പം ആണ് നമ്മളെ അടക്കാടുന്ന് തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വെയിലുള്ള സമയത്ത് കൊണ്ടുവന്നിട്ട് ക്ഷീണാണ്ടായി വിചാരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുറച്ച് പണിക്കാരെ അവിടെ ഒപ്പിച്ചിട്ട് അവർ കൊണ്ടിടുന്നുണ്ട് ഇവിടെ. അതിനുമാണ് ഇന്ന് തന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ചിക്കും. എന്നിട്ട് നമ്മൾ നിരത്തിയിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും എന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ എത്ര ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പണിക്കാർ ഇപ്പോൾ തോട്ടത്തിൽ പോയിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് തല്ലുന്നതിൻ്റെ ഡെമോ കാണിച്ചു തരാം. ഇങ്ങനെ ബാക്കി അവർ ചെയ്യട്ടെ, ഇത് ജസ്റ്റ് ഡെമോ. അപ്പോൾ അതേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ കുറേ അടക്കകൾ, എല്ലാ അടക്കയും തൊല്ലി അപ്പം നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ അടക്ക പൊളിക്കൽ വിശേഷംസ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അടക്ക വിശേഷംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.